ഇന്നത്തെ ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. കഴിഞ്ഞ ജൂൺ 2-ാം തീയതി ഞങ്ങളുടെ മമ്മിയുടെ 85-ാമത്തെ പിറന്നാളായിരുന്നു. അന്നത്തെ ഫോട്ടോസൊക്കെ ഞാനിങ്ങനെ ഷെയർ ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചു, ശരിക്കും മമ്മിക്ക് ഈ ഈ പാർട്ടിയെക്കുറിച്ച് മമ്മിക്ക് ഒന്നും അറിയില്ലായിരുന്നല്ലേ, മമ്മിക്ക് ശരിക്കും ഒന്ന് സർപ്രൈസ് ആയിരുന്നു അല്ലേ എന്ന് ഈ ഫോട്ടോയൊക്കെ കണ്ടപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സാധാരണ ബർത്ത്ഡേകൾ ഞങ്ങളുടെ പരിപാടി ഇങ്ങനെയാണ്. നാട്ടിലെ 12 മണി അല്ലെങ്കിൽ ഇവിടുത്തെ 12 മണി ആകുമ്പോൾ ഉറക്കത്തിൽ കിടക്കുന്ന ഈ ബർത്ത്ഡേ ബേബീസിനെ പോയി വിളിച്ചെഴുന്നേൽപ്പിക്കുക, കേക്ക് കട്ട് ചെയ്യിപ്പിക്കുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്ഥിരം പരിപാടികൾ. അപ്പോൾ അതുപോലെ ഇന്നും 2-ാം തീയതിയുടെ തുടക്കമായപ്പോൾ തന്നെ മമ്മിക്ക് ഞങ്ങൾ സർപ്രൈസ് കൊടുക്കുകയാണ്. Happy birthday to you. Happy birthday to you. പാവം ഉറങ്ങി കിടക്കുന്ന മമ്മി അങ്ങനെ ചാടി എഴുന്നേൽക്കുകയാണ്. ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും, കാരണം ഇത് എല്ലാ വർഷവും ഇങ്ങനെ നമ്മൾ എല്ലാവരെയും ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കാറുള്ളത് മമ്മിക്ക് അറിയാം. അപ്പോൾ ഒരുപക്ഷെ ഞങ്ങളെ വിളിയും പ്രതീക്ഷിച്ച് കിടക്കുകയായിരുന്നിരിക്കാം. എനിവേ, എന്തായാലും മമ്മി എഴുന്നേറ്റു. Happy birthday അമ്മാമച്ചി. Happy birthday to you. കുറച്ച് ഇമോഷണലായിട്ടൊക്കെ അമ്മാമ്മച്ചി 85th ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നു. ടു മച്ച് സർപ്രൈസ് ആയിപ്പോയി അല്ലേ? അച്ചല്ല കത്തി കത്തി സർപ്രൈസ് ആകുന്നു. ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്ത് കണ്ട് അങ്ങനെ ബർത്ത്ഡേ ഇവിടെ സമാപിച്ചു എന്ന് കരുതി പോയി കിടന്നുറങ്ങുകയാണ്. പക്ഷേ അമ്മയും മകനും അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ പല പ്ലാനുകളുണ്ട്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നമുക്കിന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. എന്നാൽ വീക്കെൻഡ് വരുന്നുണ്ട്. അന്ന് ഇവിടെ പബ്ലിക് ഹോളിഡേ ആണ്. അപ്പോൾ റിലേറ്റീവ്സിനൊക്കെ വിളിച്ചാൽ എല്ലാവരും വരും. ഏത് പാർട്ടിയും ഭംഗിയാവണമെങ്കിൽ അതിനൊരു ഡ്രസ് കോഡ് വേണം അല്ലേ? അപ്പോൾ ഇവിടെ ഏത് കളർ എടുക്കണം എന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പോൾ മമ്മിക്കൊരു പുതിയ സാരി ഉണ്ട്, നല്ല പിസ്ത ഗ്രീൻ കളറിൽ. അപ്പോൾ ആ സാരി മമ്മിയോട് എടുക്കാൻ പറയാം. ആ കളർ വരുന്ന ഒരു കളർ ചാർട്ട് സെലക്ട് ചെയ്തിട്ട് അത് ഞാൻ റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുത്തു. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഒരു കസിൻ എനിക്ക് ഉള്ള ഷർട്ടുകളുടെ പിക്ചർ അയച്ചു തന്നു, ഇതിലേതാണ് നമ്മൾ ഇടേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് വരാനായിട്ട് റെഡിയായി. എല്ലാവരോടും പ്രത്യേകം പറഞ്ഞിരുന്നു, മമ്മിയും മമ്മിയുടെ മകനും ഇത് അറിഞ്ഞേക്കരുത്, സീക്രട്ടാണ്, സർപ്രൈസാണ് എന്ന്. റിലേറ്റീവ്സ് കുറച്ച് പേരേ ഉള്ളൂ, അതുകൊണ്ട് ചെറിയൊരു പാർട്ടി ഹോളിൻ്റെ ആവശ്യമേ ഉള്ളൂ. അങ്ങനെ കുറേ അന്വേഷിച്ച് അവസാനം ഞങ്ങൾ സെലക്ട് ചെയ്തത് ദുബായ് ഗ്രാൻഡ് ഹോട്ടലിലാണ്. ഇത് സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ ഈ കറക്റ്റ് സമയത്ത് ഈ പാർട്ടിക്ക് ഇവരെ എല്ലാം ഒരുക്കി ഇതേ ഡ്രസ് കോഡിൽ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് എനിക്ക്. ലാസ്റ്റ് കണ്ടുപിടിച്ച ഒരു ഐഡിയയിൽ അത് ശരിക്കും വർക്കൗട്ടായി. സൺഡേ സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഫാമിലി ഗെറ്റ് ടുഗദറാണ്. അപ്പോൾ എല്ലാവരും ഗ്രീൻ കളറാണ് പറഞ്ഞേക്കുന്നത് ഡ്രസ് കോഡ്. അപ്പോൾ എല്ലാവരും ഡ്രസ് കോഡിൽ വരണം. അതുപോലെ കേക്ക് ഞാൻ ഉണ്ടാക്കുന്നതും ഈ ഒരു ഗെറ്റ് ടുഗദറിന് വേണ്ടിയാണ് എന്നാണ് മമ്മിയും ധരിച്ചിരിക്കുന്നത്. അപ്പോൾ പാക്ക് ചെയ്യുന്ന സമയത്ത് എന്തായാലും മമ്മി സാധാരണ വന്ന് നോക്കുന്ന പോലെ വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ മമ്മിക്ക് ഒരു ഐഡിയയും ഒരു സംശയവും തോന്നാതിരിക്കാനായിട്ട് ഞാനൊരു സൂത്രപ്പണിയും കൂടി ചെയ്തു. ഒരു 40 എന്നുള്ളൊരു ടോപ്പ് ആ കേക്കിൻ്റെ മുകളിൽ കുത്തിവെച്ചു.
അവിടെ നമ്മൾ നോക്കി ആദ്യം 0 തോന്നും. ഇനി അവിടെ താഴെ ഒരു ആനിവേഴ്സറി എഴുതും. ആനിവേഴ്സറി തരുന്നതിന് കുഴപ്പമില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരിയടക്കാൻ കഴിയുന്നില്ല. ദൈവമേ, എനിക്ക് വയ്യ. ഇത് പിന്നെ രസമില്ല. അല്ല, ഇത് താഴത്തെ കാണാൻ പറ്റുമോ? എനിക്ക് മുകളിലത്തെ 04 ഇഷ്ടപ്പെട്ട. 04 40. അമ്മ എടുത്തോ, ഞാൻ അവിടെ ചെന്നിട്ട് വേണേ നമുക്ക് പൊട്ടിച്ചാൽ മതി. നൈസ്. എന്നാ തിരിച്ചു വെക്കാം. അത് കറക്റ്റ് പോയി. ഞാൻ മൂടിട്ടെ. മറ്റേ എടുത്ത് പോത്തില്ല. എടാ, ഈ ഫോട്ടോ എടുത്ത് മാറ്റിയാലോ? പള്ളിയുടെ പേര് ആനിവേഴ്സറി എന്ന് പറയും. സൺഡേ സ്കൂൾ ഒത്തിരി ഇതെല്ലാവർക്കും അറിയാലോ. 40ാമത്തെ ആനിവേഴ്സറിയാണ്. 40 പിന്നെ ആനിവേഴ്സറി എഴുതണം. ഒത്തിനാണ് ഞാൻ ആലോചിക്കുന്നത്. ആനിവേഴ്സറി വേണ്ട. ഫോട്ടോ എല്ലാവർക്കും അറിയാനോ? വെഡിങ് ആനിവേഴ്സറി ഒക്കെ അല്ലേ സാധാരണ ആനിവേഴ്സറി എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും അതിന്റെ ആവശ്യമില്ല. എല്ലാരും ഭയങ്കര ആക്ടിങ് ആണ് ഇവിടെ. ഭയങ്കര ഡാർക്കായിരുന്നു. ലൈറ്റ് ഉണ്ടായിരുന്നു. ഒന്നുകൂടെ എടുത്തു. 40 വെക്കണം. 04. നൈസ്. ഞാനെടുത്തില്ല. എല്ലാരും അമ്മാമച്ചിയോട് അച്ഛൻ ഹെൽപ്പ് ചെയ്യാം. അമ്മാമച്ചിക്ക് നന്നായിട്ടൊരു ഫോട്ടോ എടുക്കണം. ഇന്ന് രാത്രി അമ്മാമച്ചി വരുന്നുണ്ടോ? വരുന്നില്ലേ? നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പൊ അമ്മാമച്ചി നല്ല ഫുൾ ഗ്ലോറി കാണുമല്ലോ. നല്ല സെറ്റപ്പ്. നിങ്ങളെന്നോട് വരണേ, കേക്ക് പിടിക്കണം. ഈ ഫോട്ടോ കൊണ്ടുവന്ന് മറക്കരുത്. അങ്ങനെ ഞാനും പിള്ളേരും വേഗം കേക്കൊക്കെ പാക്ക് ചെയ്ത് നേരത്തെ തന്നെ പാർട്ടി ഹാളിലെത്തി. ഇനി പാർട്ടി ഹാൾ ഡെക്കറേറ്റ് ചെയ്യണം. കളർ തീം അനുസരിച്ചിട്ടുള്ള കുറേ ബലൂണുകളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ബലൂൺ പമ്പ് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. പെട്ടെന്ന് തന്നെ ബലൂൺ വീർപ്പിച്ചെടുക്കാനായിട്ട് പറ്റി. ഞാനൊരു സ്റ്റാൻഡൊക്കെ വാങ്ങിച്ചിരുന്നു ആമസോണിൽ നിന്ന്. അതൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചു. എൻ്റെ മനസ്സിൽ കുറേ ഭയങ്കര ടെക്നിക്കൊക്കെ ആയിരുന്നു ബലൂൺ ഡെക്കറേഷനായിട്ട്. പക്ഷേ ബലൂൺ ഡെക്കറേഷൻ ഒരു സെപ്പറേറ്റ് ആർട്ട് തന്നെയാണെന്നുള്ളത് ശരിക്കും അത് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ വരുന്നതേയില്ല. പിന്നെ എങ്ങനെയൊക്കെയോ കുറേ ബലൂണൊക്കെ കൂട്ടിക്കെട്ടി അവിടെ ഇവിടെയൊക്കെ പിടിപ്പിച്ച് ഒരു വിധത്തിൽ ഞാൻ ഒപ്പിച്ചെടുത്തു. ശരിക്കും എൻ്റെ മനസ്സിൽ ഫുള്ള് നല്ല ഡിസൈനിൽ ചെയ്യണം എന്നൊക്കെയായിരുന്നു. മമ്മിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വരുന്നവരെല്ലാം മമ്മിയുടെ മുമ്പിൽ തീരെ കുഞ്ഞുങ്ങളല്ല. അതുകൊണ്ട് ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ ഫാമിലിക്കും ഞങ്ങൾ റിട്ടേൺ ഗിഫ്റ്റായിട്ട് കുറച്ച് സാധനങ്ങൾ കരുതിയിരുന്നു. അതിനുള്ള കവറും കളർ തീം അനുസരിച്ച് തന്നെയൊക്കെ സംഘടിപ്പിച്ച് റെഡിയാക്കി വെച്ചു. ഗ്രീൻ കളറിൽ കവർ തികയാതെ വന്നപ്പോൾ കുറച്ച് വൈറ്റ് കവറോട് എടുക്കേണ്ടി വന്നു. പക്ഷേ അതിൻ്റെ അകത്തെല്ലാം കണ്ടൻസ് സെയിം ആയിരുന്നു കേട്ടോ. ഈ റിട്ടേൺ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ച ഐറ്റംസും അതുപോലെ കവറും എല്ലാം ഞാൻ കാറിൽ തന്നെ വെച്ചേക്കുമായിരുന്നു. വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടേ ഇല്ല. അതുകൊണ്ട് മമ്മി കണ്ടുമില്ല. ടേബിളിൽ വെക്കാനായിട്ട് ഒരു സെൻട്രൽ പീസ് പോലെ വളരെ കുറഞ്ഞ ചിലവിൽ ഞാൻ ചെയ്യാനായിട്ട് എടുത്തത് ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ ആ കളർ കോമ്പിനേഷനിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെച്ചു അടിയിൽ ഒരു ഗ്ലാസിൻ്റെ. എന്നിട്ട് അതിനകത്ത് കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സും കുറച്ച് സ്റ്റോൺസും ഒക്കെ ഒന്ന് വെച്ചു. അപ്പോൾ ഒരു ഭംഗിക്ക് നമ്മുടെ കളർ തീമിനനുസരിച്ച് വരികയും ചെയ്യും. അങ്ങനെ ഓരോ ടേബിളിലും സെറ്റ് ചെയ്തു. കേക്കിന് മാച്ചിങ് ആയിട്ട് അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കേക്ക് പോപ്സും പിന്നെ അതുപോലെ തന്നെ മമ്മിയുടെ ഒരു നല്ല ഫോട്ടോ എടുത്ത് അതൊരു കേക്ക് ബോർഡിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അങ്ങനെ അത് വെച്ചു. പിന്നെ കുറച്ച് ലൈറ്റ്സും അങ്ങനെ കളർ തീമിൽ ആ ടേബിളും സെറ്റ് ചെയ്തു.
അങ്ങനെ കുറച്ച് നേരം കൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഹോളൊക്കെ ഒന്ന് ഞങ്ങൾ വിചാരിച്ചതുപോലെ സെറ്റ് ചെയ്തു. ടേബിളെല്ലാം അറേഞ്ച് ചെയ്തു. ഗസ്റ്റുകളൊക്കെ പതുക്കെ വന്നു തുടങ്ങുന്നുണ്ട്. എല്ലാവരും എത്തിയതിന് ശേഷം മാത്രമാണ് ഇവർ വരാൻ പാടുള്ളൂ. അപ്പോൾ അതനുസരിച്ച് വീട്ടിൽ നിന്ന് ഡിലേ ആക്കാനായിട്ട് ഞാൻ മോനെ വിളിച്ച് ഫോണിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടേയിരുന്നു. അവൻ അതനുസരിച്ച് അവരെ ഡിലേ ആക്കുകയും എല്ലാവരും എത്തിയതിന് ശേഷം ഇവരുടെ ഒരു നല്ലൊരു ഗ്രാൻഡ് എൻട്രി നടക്കുകയും ചെയ്തു. ശരിക്കും നമ്മളിങ്ങനെ ഒരു സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്യുമ്പം അവർക്ക് ഒരു ഐഡിയയും കിട്ടാതെ കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് വർക്കൗട്ട് ആകുമ്പം എന്തൊരു സന്തോഷമാണല്ലേ. അങ്ങനെ കഥാനായികയെ മകനെ വെയിറ്റ് ചെയ്ത് എല്ലാവരും ഇരിക്കുകയാണ്. ബർത്ത്ഡേ കഴിഞ്ഞ് പോരാ, ഇങ്ങോട്ട് പോരുവാ, ഇങ്ങോട്ട് വാ. എല്ലാം നമ്മുടെ സ്വന്തക്കാരത്. പറഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല. ഇങ്ങോട്ട് കയറി നിൽക്കും മമ്മി. ഹായ്, ക്ലാപ്പ് ചെയ്തെല്ലാരും. അങ്ങനെ ബർത്ത്ഡേ ഗേളിൻ്റെ ഗ്രേറ്റ് എൻട്രി നല്ല സൂപ്പറായിട്ട് കഴിഞ്ഞു. ഇനി എല്ലാവരുമായിട്ട് ഓരോരോ പിക്ചർ എടുക്കാനുള്ള അവസരമാണ്. സമയത്തിനായി നന്ദിയോടെ സ്വാതന്ത്ര്യം നിങ്ങൾക്കായി എൻ്റെ മകളെ അപ്പൻ്റെ കരങ്ങളിൽ സ്വാതന്ത്ര്യത്തോടെ ആയുസ്സും ആരോഗ്യവും ഉൾപ്പെടുത്തി കർത്താവെ പുതുവർഷത്തിലേക്ക് കടക്കാൻ കർത്താവ് റെഡിയാക്കിയത് അനുഗ്രഹങ്ങൾക്കായിട്ട് മുന്നേറ്റത്തോടെ സ്വാതന്ത്ര്യം കർത്താവെ മക്കളെയും കൊച്ചുമക്കളെയും കാണുവാനൊക്കെ അനുഗ്രഹിച്ചതിനായി സ്വാതന്ത്ര്യം എൻ്റെ കർത്താവിൻ്റെ വിശ്വസ്തത വഴിയാണ് കർത്താവെ നിങ്ങളുടെ കരങ്ങളിലേക്ക് എൻ്റെ മകളെ വീണ്ടും സ്വാതന്ത്ര്യത്തോടെ ഏൽപ്പിക്കുന്നു. കർത്താവെ ഉച്ചമുള്ള കാര്യം അപ്പൻ്റെ കേക്കിട്ട് ഓരോ കുഞ്ഞു കഷ്ണം എന്തായാലും വായിലോട്ട് വെച്ച് കൊടുക്കും. പിള്ളേർക്ക് ആദ്യം കുഞ്ഞു കുഞ്ഞു കഷ്ണം കൈ കൊണ്ട് കൊടുക്കും. കൈ കൊണ്ട് കുഞ്ഞാച്ചി നോക്കുന്നു. അതല്ലേ കേക്ക്. ഓ ഓക്കെ കേൾക്കോ. വേണ്ടേ
ഈ സൈഡിൽ കൂടെ പൊക്കോ കേക്ക് മേടിക്കാൻ ആ സൈഡിൽ കൂടെ വെക്കും. ആ side കൂടെ. ഈ side കൂടെ കേക്ക് മേടിക്കാൻ ആ side കൂടെ വെക്കാം. അങ്ങനെ മമ്മിയുടെ 85th ബർത്ത്ഡേ നല്ല സന്തോഷത്തോടെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തു. ഭക്ഷണവും കഴിച്ച് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷമാണ് എല്ലാവരും പിരിഞ്ഞത്. അങ്ങനെ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഇത്രയും നാൾ മമ്മിയെ വഴി നടത്തിയതിനായിട്ട്, ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും മമ്മിയെ കാത്തതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനിയുള്ള കാലങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.